കൂട്ടുകാരെ, ഞാൻ വീണ്ടും വന്നു ഒരു പുതിയ വീഡിയോയിലേക്ക്. എല്ലാവർക്കും കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നത് ഒരു ഔഷധ സസ്യത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതുണ്ടോ, ഇത് വള്ളി ഉഴിഞ്ഞ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ദശപുഷ്പങ്ങളിൽ ഒരു പുഷ്പമാണ് കേട്ടോ. ഇത് ദശപുഷ്പങ്ങളിൽപ്പെട്ട ചെടിയാണ് ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കൂട്ടുകാരെ. ഇത് നമുക്ക് വാതപിത്ത കഫത്തിൻ്റെ ശല്യം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഇത് കഴിക്കാം. പിന്നെ നമുക്കിത് രസം വെച്ച് കഴിക്കാം, രസമായിട്ട് ഉണ്ടാക്കാം. മൂത്രാശയ രോഗങ്ങൾക്ക് നല്ല ഒരു മരുന്നാണ് കേട്ടോ ഇതെല്ലാവരും വീട്ടിൽ ഒരെണ്ണം നട്ടുപിടിപ്പിക്കുന്ന ഒരുപാട് നല്ല ഗുണങ്ങളാണ്. പിന്നെ നമ്മുടെ മുട്ടുവേദന, ഇന്ന് എല്ലാവർക്കും തന്നെ മുട്ടുവേദന ഉണ്ടായി. എവിടെ ചോദിച്ചാലും ഒരു പ്രായം കഴിഞ്ഞാൽ 35-40 വയസ്സായ എല്ലാവർക്കും മുട്ടുവേദനയാണെന്ന് പറയാം. മുട്ടുവേദനയ്ക്ക് ഏറ്റവും ഒരു ഒറ്റമൂലി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ നീരുണ്ടോ, ഇതിങ്ങനെ ഇടിച്ച് പിഴിഞ്ഞിട്ട് നീരെടുത്ത്, അല്ലെങ്കിൽ കുഞ്ഞ് ജാറിൽ കുറച്ചെടുത്ത് നൈസായിട്ട് അരയ്ക്കണം. അരച്ചെടുത്തിട്ട് അത് നമുക്ക് വേദനയുള്ള മുട്ടിൽ നല്ല നീരും വേദനയൊക്കെ ഉള്ളപ്പോൾ അവിടെ ഇത് വെച്ചിട്ട് നമുക്കൊരു തുണി വെച്ച് കെട്ടി വെക്കണം കൂട്ടുകാർ. അങ്ങനെ 3-4 ദിവസം വെക്കുകയാണെങ്കിൽ നീരും വേദനയും എല്ലാം മാറിപ്പോകുന്നതാണ്. പിന്നെ ഈ തമിഴ്നാട്ടുകാർ അവരിതിനകത്തുണ്ടല്ലോ, ദോശമാവിനകത്ത് ഇത് അരച്ചിട്ട് അരച്ച് ചേർത്ത് ദോശ ഉണ്ടാക്കി. ഇതിൻ്റെ ഇല ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിലെ നീരൊക്കെ വലിയാൻ ഇത് നല്ല ഗുണമുള്ള ഒരു മരുന്നാണ് കൂട്ടുകാർ. അതുകൊണ്ട് എല്ലാവരും ഇത് ഉപയോഗിക്കണം. ഞാനിത് ഇങ്ങനെ പന്തലൊക്കെ കയറ്റി വിട്ടേക്കുവാണ്. ഞാൻ ചിലപ്പോൾ ഇത് ദോശ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഇലയെടുത്ത് അരയ്ക്കാറുണ്ട്. ഒത്തിരി അരയ്ക്കണ്ട, കുറച്ചപ്പോൾ ഒരു പച്ച കളറായിരിക്കും, പക്ഷേ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ മരുന്നല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമുക്കിത് ലേഡീസിനൊക്കെ ഇത് താളിയായിട്ട് ഉപയോഗിക്കാം. ഇത് തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം, താളിയാക്കി അരച്ച് തേക്കാം. അല്ലെങ്കിൽ ഇച്ചിരി ചെമ്പരത്തിയുടെ പൂവും ഇലയും കൂടെ കൂട്ടി ചേർത്ത് നമുക്കിത് ഉപയോഗിക്കാം. മുടിക്ക് നല്ല തണുപ്പ് കിട്ടും, മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ നല്ലതാണ്. മിക്കവാറും ഉള്ള എല്ലാ ഹെയർ ഓയിലിനകത്തും ഈ സാധനം ചേർക്കുന്നുണ്ട് കൂട്ടുകാരെ. ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട്. നമുക്കിത് നമ്മുടെ സദ്യക്ക് പ്രിയപ്പെട്ട രസമായിട്ടും ഇത് ഉപയോഗിക്കാം. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമുക്ക് ഒരു മൂടുണ്ടെങ്കിൽ ഇതുപോലെ നിറയെ അരികളുണ്ടാകും. ഇതിനകത്ത് അരികളുണ്ടാകും. ഇത് പൊട്ടി വീണ തൈയായിട്ട് ഇഷ്ടംപോലെ കിളുത്ത് വരും. ഇതിൽ ചോട്ടിൽ നിന്ന് വന്നേക്കുന്ന ഇതുണ്ടോ, ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഈ ദശപുഷ്പങ്ങളിൽ ഒരു ചെടിയായ ഇതിനെ നമുക്ക് കാത്തു പരിപാലിക്കാം കൂട്ടുകാരെ. ഇതുണ്ട്, ഇതിൻ്റെ അരി ഇതിനകത്ത് കറുത്തിട്ടൊരു അരിയുണ്ട്. ഇതുണ്ടോ, കാണുന്നുണ്ടോ? ഇങ്ങനെ 3 അരി ഉണ്ട് ഇതിനകത്ത്. ഈ ഒരു ഇതിനകത്ത് 3 അരി ഉണ്ടായിരിക്കും. ഇത് പൊട്ടിച്ചാൽ ഒരു ശബ്ദം കേൾക്കും. എല്ലാവരും സന്ധിവേദനയ്ക്കും മുട്ടുവേദനയ്ക്കും എല്ലാ വേദനകൾക്കും ഒരു ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാം. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻ്റ് ഇടണം കൂട്ടുകാരെ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഇനി വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം.